പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ബിഗോണിയാണ്. ഒരു വെറൈറ്റി ടൈപ്പാണ് ഈ ബിഗോണിയ. ഇതിലിങ്ങനെ മുള്ളു പോലെ ഈ ഇലയുടെ ഭാഗത്തിങ്ങനെ രോമങ്ങൾ കാണാം. അപ്പോൾ നക്ഷത്രം പോലെ ഇരിക്കുന്നത് സ്റ്റാർ ബിഗോണിയ. അപ്പോൾ ഇതിനകത്തൊന്നും ഞാനിട്ട് മാറ്റി വെച്ചിട്ടില്ല. ഇല നമ്മൾ സാധാരണ ബിഗോണിയുടെ ഇലയൊക്കെ ഇങ്ങനെ എടുത്ത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ചോളും. പക്ഷേ ഇതങ്ങനെ വെച്ചിട്ട് പിടിക്കുന്നില്ല, അഴുകി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകളിൽ നിന്ന് വീണ്ടും പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇതൊരു വെറൈറ്റിയാണ്. മറ്റൊക്കെ ഇലയ്ക്കൊക്കെ നല്ല നിറം വെക്കും. ഇതിൻ്റെ അരികിന് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരും, അത്രയേ ഉള്ളൂ. അത് വലുതായി വരുമ്പോൾ ആ ബ്രൗൺ ഷെയ്ഡ് അങ്ങ് മാറി നല്ല പച്ച കളറാകും. ഇപ്പോഴെല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇത് വേറൊരു വെറൈറ്റി ബിഗോണിയാണ്. അപ്പോൾ ഇതും ഇഷ്ടം പോലെ ഉണ്ടാകും. ഇത് നമ്മൾ താഴെയൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിൽ ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടാകും. പടർന്ന് നല്ല ഗ്രോത്തിലാകും. ഇത് ചട്ടി നിൽക്കുന്നുണ്ട്, ചെറിയ ടൈപ്പായിട്ട് നിൽക്കുന്നത്. ഇതും അതുപോലെ തന്നെ ബിഗോണിയ എല്ലാം ഇല വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതും അങ്ങനെ ഇല വെച്ച് നോക്കിയിട്ട് എനിക്ക് പിടിച്ചിട്ടില്ല. ഇതെന്നൊക്കെ തൈകളിങ്ങനെ മാറ്റി നടുകയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും കാണാൻ. ഒരു ഒനിയൻ നിറമാണ് ഇതിൻ്റെ. ഒനിയൻ നിറത്തിലാണ് ഇത് പോകുന്നത്. എളുപ്പം പിടിക്കുകയൊക്കെ ചെയ്യും. അധികം വെള്ളം വേണ്ട, നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം നമ്മളിത് നട്ടു കൊടുക്കാൻ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രത്യേകത മാത്രമേ ബിഗോണിയയ്ക്കുള്ളൂ. ഒരു ടൈപ്പ് ബിഗോണിയ. ഈ ബിഗോണിയ പൂവുണ്ടാകും. 500 വെറൈറ്റി ഉണ്ട്. എനിക്ക് നേരത്തെ കുറച്ച് വെറൈറ്റി ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ പോവും. ഷോപ്പിൽ 3-4 കൊണ്ടുവച്ച്, അതൊരു മദർ പ്ലാന്റാണ്, അതങ്ങനെ അങ്ങ് പോയി. എടുത്തുകൊണ്ട് പോകും ആൾക്കാർ. പിന്നെ നമുക്കത് കിട്ടത്തില്ലല്ലോ. കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അവരത് വേണമെന്ന് പറയും. അങ്ങനെ അതൊരു ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, അതൊക്കെ പോയി. ഇത് ബിഗോണിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് ഒരു ഒനിയൻ നിറമാണ്. ഇതിൽ പൂക്കളുണ്ടാകും കേട്ടോ, നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പാണ്.